നീണ്ട 15 മാസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരുന്നു എന്ന സന്തോഷകരമായ ആശ്വാസകരമായ വാർത്ത വരുന്ന മണിക്കൂറാണ്. ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം വരുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് ഖത്തറിന്റെ വാർത്താ സമ്മേളനം 1 മണിക്കൂറിനകം ഉണ്ടാകും. അതിലുണ്ടാകും നിരവധി വ്യവസ്ഥകളോടുകൂടിയാണ് ഉപാധികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ സമാധാനത്തിന്റെ വക്കിൽ വരെ എത്തിയിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പാളിപ്പോവുകയായിരുന്നു. പിന്നീടും തുടർച്ചയായി ലോകരാജ്യങ്ങളുടെ അടക്കം നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ സമാധാനത്തിന്റെ അന്തരീക്ഷം ഗസയിൽ ഉയർന്നു വരുന്നത്. ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വ്യവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ തന്നെ യൂറോപ്യൻ സന്ദർശനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗസയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ അടക്കം നടത്തുന്നു. അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്ത വരുന്ന മണിക്കൂർ. അൻവർ പാലേരി ഖത്തറിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. അൻവർ, ഈ ദോഹ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ഖത്തറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം വരാനിരിക്കുന്നു. ഇപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വ്യവസ്ഥകൾ, നമുക്ക് ലഭിക്കുന്ന വ്യവസ്ഥകൾ, അറിയാൻ കഴിയുന്ന വ്യവസ്ഥകൾ അതെന്തൊക്കെയാണ്? ഗസയെ അടിമുടി തകർത്തെറിഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഗസ ഒരു കണ്ണീരായി മാറിയ 15 മാസങ്ങൾ, ചെറിയ കുട്ടികളടക്കം പ്രായമായവരടക്കം വീടുകളടക്കം നഷ്ടപ്പെടുന്ന, ജീവൻ ബലിയാടാകുന്ന 46,000-ലധികം ജീവൻ നഷ്ടപ്പെട്ട കൊടിയ ആക്രമണത്തിന്, കൊടിയ യുദ്ധത്തിന് അല്പവിരാമം വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 6 ആഴ്ചയായിരിക്കും ഇത്തരത്തിൽ താൽക്കാലിക വെടിനിർത്തൽ. അതിനു പിന്നാലെ സമാധാന കരാറിന്റെ പുരോഗതി അനുസരിച്ച് സ്ഥായിയായ ഒരു വെടിനിർത്തലിലേക്ക്, സ്ഥായിയായ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ ഇത്തരത്തിൽ ഈ വെടിനിർത്തലിന് നിർബന്ധിതരായത് പ്രധാനപ്പെട്ടും അവിടെ ഇസ്രായേൽ പൗരന്മാർ ഗസയിൽ ഹമാസികൾ ബന്ദിയാക്കപ്പെട്ടിരുന്നു. ഇവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ കരാറിൽ എത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം വൈകിയാണെങ്കിലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇപ്പോൾ അൻവർ പാലേരി തയ്യാറാണെന്ന് മനസ്സിലാക്കുന്നു. അൻവർ, ഈ കരാറുമായി ബന്ധപ്പെട്ട് ബന്ദിമോചനം അടക്കം എന്തൊക്കെ വ്യവസ്ഥകളാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? സുഹൈൽ, നമുക്കറിയാം കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഗസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46,000-ലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഈ ഗസ അധിനിവേശം ലോകത്തെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ 1 വർഷത്തിലധികമായി നടക്കുന്ന സമാധാന ചർച്ചകൾ തൊട്ടരികെ എത്തിയിട്ട് പോലും പലപ്പോഴും അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ അറിയാം, ഇന്നലെ ദോഹയിൽ നടന്ന ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഏകദേശം ഒരു ധാരണയിലെത്തി എന്നുള്ളത് എല്ലാ വാർത്താ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ പരസ്പരം കൈമാറിയിരുന്നു. പക്ഷേ ഹമാസ് ആദ്യം തന്നെ ഈ കരാർ അംഗീകരിക്കുകയും എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ തീർച്ചയായും വളരെ വലിയ ആശങ്ക ലോകത്ത് മുഴുവൻ നിലനിന്നിരുന്നു. ലോകത്ത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ്, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയത്. എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും, വെടിനിർത്തൽ കരാറിൽ ഏകദേശം ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കൈവരുന്നത്. നമുക്ക് കൃത്യമായി അറിയാം, കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയും ഒരു ഘട്ടത്തിൽ ഖത്തർ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഖത്തർ വ്യക്തമാക്കിയിരുന്നു, 2 വിഭാഗവും വാശി ഉപേക്ഷിച്ച് ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഒരു മധ്യസ്ഥ നീക്കത്തിന് തയ്യാറാണ് എന്ന് ഖത്തർ അറിയിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ നമുക്കറിയാം, ഇന്നലെ ഖത്തറിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഖത്തർ അമീർ, ഇത് ആദ്യമായിരിക്കും ഖത്തർ അമീറും ഖത്തർ വിദേശകാര്യമന്ത്രിയും ഹമാസ് പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തുകയും ഈ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കണം, ഇത് മധ്യേഷ്യയിൽ പശ്ചിമേഷ്യയിൽ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാതരം വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിക്കൊണ്ട് 2 വിഭാഗവും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തണം എന്ന് ഖത്തർ അമീറും ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഇപ്പോഴും ഇന്ന് രാത്രി 8 മണിക്ക് ഖത്തർ സമയം
കൂടി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തന്നെ നേരിട്ട് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും പത്രസമ്മേളനം തുടങ്ങിയിട്ടില്ല. ഇവിടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ വളരെ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ഫലസ്തീനിലെ ഗസയിലെ പല പ്രദേശങ്ങളിലും വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. എന്തായാലും നമുക്കറിയാം, മനുഷ്യരെ ഇങ്ങനെ കൂട്ടക്കുരുതി ചെയ്യുന്ന 46,000 മനുഷ്യരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 46,000 ആളുകളെ ഇങ്ങനെ മനുഷ്യക്കുരുതി നടത്തുക എന്നത് നമുക്ക് തന്നെ അറിയാം വളരെ വലിയൊരു മാനുഷിക ദുരന്തമാണ്. ഇക്കാര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ ഏകദേശം 60,000 ട്രക്കുകളിൽ മാനുഷിക സഹായം ഗസയിൽ എത്തിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ 33ഓളം ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ ബന്ദികളായിട്ട് തുടരുന്നത്. അവരെ 3 ആഴ്ചകൾക്കകം അവരെ വിട്ടയക്കാനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായി സെൻട്രൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് വലിയ ധാരണയില്ല. കാരണം ഇത് ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ കരാർ പലപ്പോഴും കരാർ ലംഘിച്ചിട്ടുണ്ട്. ഇന്നലെ ഖത്തറിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ വളരെ വ്യാപകമായ ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഇത്തരം വാക്കുകളും ഉറപ്പുകളും എത്രത്തോളം അംഗീകരിക്കാനാവും എന്ന് ഇത്തവണ അങ്ങനെ ആവില്ലെന്ന് കരുതാം, പ്രതീക്ഷിക്കാം. കാരണം ഈ യൂറോപ്യൻ സന്ദർശനത്തിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം തിരിച്ച് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. കാര്യം അല്പം ഗൗരവകരമായി തന്നെ കാണും. ഈ മുമ്പുണ്ടായിരുന്ന ഒരു സീസ് ഫെയർ അഗ്രിമെന്റിന്റെ അപ്പുറത്തേക്ക് ഇത്തവണ മാനുഷിക നാഴികൾ തുറക്കുന്നു. അതായത് തകർന്നടിഞ്ഞ ഗസയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികളും ഈ പുതിയ കരാറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? അങ്ങനെയല്ലേ ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം അനുകൂലമായ സമീപനം, നേരത്തെ പി ജെ ജെയിംസ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ എത്രത്തോളം അനുകൂല നിലപാടുണ്ടാകും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഇത് തന്നെയായിരുന്നു നേരത്തെയും ഹമാസ് പറഞ്ഞ ഒരു കാര്യം. ഹമാസ് പലതവണ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഏത് കരാറിൽ ഒപ്പിട്ടാലും വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്നു എന്നുള്ളൊരു കാര്യം നേരത്തെ നമുക്കറിയാം. UN ഉൾപ്പെടെ ഇത് വംശഹത്യയാണ്, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, എല്ലാ കരാറുകളും തുടർച്ചയായി ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന് അന്റോണിയോ ഗുട്ടറസ് വരെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ അത് അംഗീകരിക്കുകയോ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാവും എന്നുള്ളത് വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ഗസയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഖാൻ യൂണിസ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടക്കുന്നു. മരണത്തിന്റെയും വെടിവെച്ചയുടെയും ചോരയുടെയും മണമില്ലാത്ത ദിവസങ്ങൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ തീർച്ചയായും ഉണ്ട്. ശ്രീജിത്ത്, നമുക്ക് അതിൽ ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും 46,000 പേർ ഒരു യുദ്ധമുഖത്ത് ഇല്ലാതാകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഗസ എന്ന പ്രദേശത്തിൻ്റെ ഒരു വലിയ ജനവിഭാഗം ഇനി അങ്ങോട്ടില്ല എന്ന സത്യം കൂടി ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഹമാസിനെ പോലെ തന്നെ ഇസ്രായേലിനും ഇത്തരത്തിൽ ഈ കരാർ നിർണായകമല്ലേ? കാരണം ഈ പൗരന്മാരുടെ അടുക്കിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടത്തിൽ പ്രതിഷേധമുണ്ട്. അവരുടെ പൗരന്മാരെ ബന്ദികളാക്കിപ്പെട്ടവരെ മോചിപ്പിക്കാൻ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ കരാറിലേക്ക് എത്തിച്ചേരുക എന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായിരുന്നില്ലേ? സുഹൈൽ, ഞാൻ നേരത്തെ പേര് മാറ്റിയാണ് പറഞ്ഞത്. തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ട്രംപ് നേരത്തെ നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഇസ്രായേലിനെയും ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളത് ട്രംപിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം ജോ ബൈഡനെ മറികടക്കാൻ ട്രംപിന്റെ മുമ്പിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവസാനിപ്പിച്ച് ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഫലസ്തീനിലെ സൈനികർക്കിടയിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലും ഫലസ്തീൻ ജനതയ്ക്കിടയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. നേരത്തെ പ്ലക്കാർഡുകളൊക്കെ ഏന്തി പ്രകടനം നടത്തുന്ന ആയിരക്കണക്കിന് ഇസ്രായേലികളുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്
ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ എത്രത്തോളം വാക്ക് പാലിക്കും എന്നുള്ളത് തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന സമാധാനത്തിന്റെ വാർത്ത അൻവർ പാലേരാണ് ഖത്തറിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗസ ഇസ്രായേൽ യുദ്ധത്തിന് വിരാമം, വെടിനിർത്തലിന് ഏകദേശം ധാരണയായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ഖത്തറിന്റെ വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ച് ഉടനുണ്ടാകും. ബന്ദി കൈമാറ്റം അടക്കമുള്ള നിർണായക കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് മാനുഷിക ഇടനാഴി ഗസയുടെ പുനരുജ്ജീവിപ്പിക്കാൻ, തകർന്നടിഞ്ഞ ഗസയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മാനുഷിക ഇടനാഴി അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു കരാറായിരിക്കും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഉരുതിരിഞ്ഞു വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്നത്.